എന്താണ് ഹോം ഓട്ടോമേഷൻ? ഹോം ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഡിവൈസുകളെല്ലാം ഒരു സിംഗിൾ പോയിന്റിലൂടെ കൺട്രോൾ ചെയ്യിപ്പിക്കാനും അതിനെ ഷെഡ്യൂൾ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാനും സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഹോം ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും അലക്സ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റ് പോലുള്ള വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ചും നമുക്കിതിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഹോം ഓട്ടോമേഷൻ എത്ര തരത്തിലുണ്ടെന്ന് നോക്കാം. ഹോം ഓട്ടോമേഷൻ സാധാരണയായിട്ട് രണ്ട് തരത്തിലാണ്. ഒന്ന് വയർലെസ് സൊല്യൂഷൻ ഉണ്ട്, പിന്നെ വയേർഡ് സൊല്യൂഷൻ ഉണ്ട്. വയേർഡ് സൊല്യൂഷൻ പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത് പുതിയ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ന്യൂ ഹോമിന് വേണ്ടിയിട്ടാണ് നമ്മൾ വയേർഡ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ വീട് പണിയുന്ന സമയത്ത് തന്നെ നമുക്കതിലോട്ടുള്ള വയറിങ്ങുകളൊക്കെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വയർലെസ് സൊല്യൂഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള വീടുകൾക്കായിരിക്കും കൂടുതൽ അത് അനുയോജ്യമായിരിക്കുക. അതായത് പലപ്പോഴും നമുക്ക് വരുന്നൊരു എൻക്വയറി ഉണ്ട്, നമ്മളുടെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള വയറിങ്ങിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അല്ലെങ്കിൽ നമുക്ക് അതെങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീട്ടിൽ നമുക്ക് എങ്ങനെയാണ് വയർലെസ് ആയിട്ടുള്ള ഈ സൊല്യൂഷൻ ഉപയോഗിക്കാൻ പറ്റുക. സാധാരണയായിട്ട് നമുക്ക് ഈ ഇതേപോലുള്ള കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ വീടുകൾക്ക് ഇൻവാൾവ് മൊഡ്യൂൾസ് അവൈലബിൾ ആണ്. അതായത് നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ യാതൊരു വയറിങ്ങിലൊന്നും മാറ്റം വരുത്തണ്ട, നമുക്ക് സ്വിച്ച് ബോർഡിലൊരു ഇൻവാൾവ് മൊഡ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡിവൈസാണ് ഓട്ടോമേറ്റ് ചെയ്യേണ്ടത് അതിനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു വീടിനെ സംബന്ധിച്ച് നമ്മൾ ഓട്ടോമേഷൻ നടക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളുടെ എൻട്രൻസിൻ്റെ ഗേറ്റ് ഉൾപ്പെടെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് ഗേറ്റ് തൊട്ടാണ്. ഇപ്പോൾ ഗേറ്റിൽ നമുക്ക് ഗേറ്റ് മൊഡ്യൂൾ ഇപ്പോൾ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് റിമോട്ട് കൺട്രോൾഡ് ഗേറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ തന്നെ നമുക്ക് ഓട്ടോമേഷൻ മൊഡ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു സെൻട്രലൈസ്ഡ് ആപ്പിലോട്ട് ഈ ഗേറ്റിനെ ഉൾപ്പെടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ഗേറ്റ് നമ്മൾ ഓട്ടോമേഷൻ്റെ ഭാഗമാവുകയാണ്. പിന്നെ നമുക്ക് കോമ്പൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട്സിലെ ലൈറ്റുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റുകളാണ്. സാധാരണയായിട്ട് എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നൊരു ഡിവൈസ് എന്ന് പറയുന്നത് ലൈറ്റ് ഓട്ടോമേഷനാണ്. നമുക്ക് ഈവനിങ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ട് ലൈറ്റുകൾ അല്ലെങ്കിൽ സിറ്റ് ഔട്ട് ലൈറ്റുകളൊക്കെ നമുക്ക് ഒരു രാത്രി 6 മണി തൊട്ട് നമുക്ക് രാത്രി 10 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം സപ്പോസ് ഇപ്പോൾ നമ്മൾ 10 മണിക്ക് ശേഷം നമ്മുടെ ഗേറ്റ് ഓപ്പൺ ചെയ്യുവാണ്. ആ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എൻ്റയർ ലൈറ്റുകൾ ഓണാക്കാനുള്ള കമാൻഡ്സുകൾ നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ലൈറ്റ് ഓട്ടോമേഷൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം നമുക്ക് ഡോറുകൾ, ഇപ്പോൾ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഡോർ തുറന്നു കഴിഞ്ഞാൽ ആ ലൈറ്റുകളൊക്കെ വർക്ക് ചെയ്യണം. അങ്ങനെ പല കമാൻഡും നമുക്ക് ലൈറ്റ് ഓട്ടോമേഷനിൽ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മെയിൻ ഡോറിലെ ഡോർ ലോക്കുകൾ ഓട്ടോമേഷനിലോട്ട് കൊണ്ടുവരാം. ഇത് റിലയബിലിറ്റി അല്ലെങ്കിൽ പിന്നെ നമുക്ക് സെക്യൂരിറ്റി അങ്ങനെയുള്ള പല ആസ്പെക്റ്റിലും നോക്കിക്കഴിഞ്ഞാലും ഈ ഡോർ ലോക്ക് ഓട്ടോമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ കർട്ടൺസ്, ഇപ്പോൾ വിൻഡോ കർട്ടൺസ് എല്ലായിടത്തും ബ്ലൈൻഡ്സ്, ഏത് തരം കർട്ടൺ ആണെങ്കിലും നമുക്ക് ഓട്ടോമേഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ പല വീടുകളിലും ഗാരേജിൻ്റെ ഷട്ടറുകളുണ്ട്. കൂടാതെ സൈഡ് വാളിൽ ഇപ്പോൾ ഷട്ടർ വരുന്നുണ്ട്. അതായത് ഫുള്ള് ഗ്ലാസ് ആയിട്ടുള്ള വീടുകളുണ്ടല്ലോ, സൈഡ് വാളൊക്കെ ഗ്ലാസ്സിൽ വരുന്ന ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വരുന്ന വീടുകളിലൊക്കെ ആണെങ്കിലും ഷട്ടറുകൾ പലപ്പോഴും ട്രാൻസ്പെറൻസിയുള്ള ഷട്ടറുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഓട്ടോമേഷനിലോട്ട് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ വീട്ടിലെ എല്ലാ ഡിവൈസും എൻ്റയർ ഡിവൈസും നമുക്കൊരു സിംഗിൾ ആപ്പിലൂടെ അല്ലെങ്കിൽ ഒരു സിംഗിൾ സൊല്യൂഷനിലൂടെ നമുക്ക് അതിൻ്റെ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഓട്ടോമേഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, അതായത് നമ്മുടെ ഇപ്പോൾ മിക്ക വീടുകളിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഗാർഡനൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളെവിടെയെങ്കിലും ട്രാവൽ പോയി കഴിഞ്ഞാൽ ഗാർഡൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒന്നെങ്കിലും ഒരു ഗാർഡനറെ വെക്കേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷനാണ് നമുക്ക് ഗാർഡനിലെ ഇറിഗേഷൻ, അതായത് അതിന് വെള്ളം ഒഴിക്കുന്ന സംവിധാനം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. വാൽവുകളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന വാൽവുകൾ അവൈലബിൾ ആണെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള വീട്ടിൽ വേണ്ട എല്ലാ ഡിവൈസുകളും നമുക്ക് ഈ ഒരു സിംഗിൾ സൊല്യൂഷനോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇത് നമുക്ക് റിമോട്ട് ആക്സസിലൂടെ ലോകത്ത് എവിടെ ഇരുന്നും നമുക്ക് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് നേരത്തെ തന്നെ പ്രീ പ്ലാൻ ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ചെയ്ത് കൊടുക്കാൻ പറ്റും. കൂടാതെ ഒരു സിനാരിയോ വെച്ചിട്ട് ഇപ്പോൾ രാത്രിയിൽ 10 മണിക്ക് ശേഷം ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ എൻ്റയർ ലൈറ്റ് ഓൺ ആവണം. അപ്പോൾ നമുക്കൊരു സെക്യൂരിറ്റി ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മളുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻ നമുക്ക് ഈ ഓട്ടോമേഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമതെന്ന് പറഞ്ഞാൽ എനർജി എഫിഷ്യൻ്റ് ആയിരിക്കും. കാരണം നമുക്ക് ഇലക്ട്രിസിറ്റി ആണെന്നുണ്ടെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളുടെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടായിരിക്കും ഓട്ടോമേഷനിൽ വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ എന്തൊക്കെ എനർജി ഏതൊക്കെ സാധനത്തിന് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള കംപ്ലീറ്റ് ലോഗ് നമുക്ക് ഈ ആപ്പിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നീടെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇന്നത്തെ വീടിൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഓട്ടോമാറ്റിക് ചെയ്യുന്നതുകൂടെ അതിൻ്റെയോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടിലെ ഏരിയാസ് നമുക്ക് സെക്യൂർഡ് ആക്കാനും വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് കൺവീനിയൻസ്,
നമ്മളുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇന്നത്തെ ആധുനിക ലൈഫ് സ്റ്റൈലിൽ നമുക്കൊരു കൺവീനിയൻ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നടക്കണം, വളരെ സ്മാർട്ടായിട്ട് നടക്കണം. അപ്പോൾ ഇതാണ് ഈ ഓട്ടോമേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് എനർജി എഫിഷ്യൻ്റ് ആയിരിക്കും, സ്മാർട്ടായിരിക്കും, അല്ലെങ്കിൽ സെക്യൂർഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ ഏത് സമയത്തും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.